കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. കൂലിയില്ലാതെ ജോലി ചെയ്യാൻ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും തയ്യാറാകുമോ? എന്നാൽ കൂലിയില്ലാതെ ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു വിഭാഗമുണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. ശമ്പളമില്ലെന്ന് മാത്രമല്ല, മുടങ്ങിയ ശമ്പളം ചോദിച്ചാൽ കേസെടുക്കുകയും ചെയ്യും. ഇതെന്താ വെള്ളരിക്കാപട്ടണമാണോ? അല്ല, മഞ്ചേരി തന്നെ. വേതനമില്ലാതെ ജോലി ചെയ്തതിന്റെ കഷ്ടപ്പാട് ആരോഗ്യമന്ത്രിയെ അറിയിച്ച മെഡിക്കൽ കോളേജ് ജീവനക്കാർക്കെതിരെ കേസെടുത്തിരിക്കുകയാണിപ്പോൾ പോലീസ്. മന്ത്രിയുടെ സന്ദർശനം പ്രതീക്ഷയോടെ കണ്ട മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർക്ക് വേതനത്തിന് പകരം ലഭിച്ചത് സംഘം ചേർന്ന് കലാപത്തിന് ശ്രമം നടത്തിയെന്ന വകുപ്പിലുള്ള കേസ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ ചൊവ്വാഴ്ചയാണ് മന്ത്രി വീണ ജോർജ് എത്തിയത്. ഉദ്ഘാടനത്തിന് ശേഷം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള നിപ്പ അതിജീവിതയെ സന്ദർശിച്ചു മടങ്ങുമ്പോഴാണ് HDSന് കീഴിൽ ജോലി ചെയ്യുന്ന ശുചീകരണ ജീവനക്കാർ ഉൾപ്പെടെ മന്ത്രിയോട് 2 മാസമായി വേതനം ലഭിക്കുന്നില്ലെന്ന പരാതി പറഞ്ഞത്. ജീവനക്കാർ മന്ത്രിയെ കാണുന്നത് CPM നേതാക്കൾ ഇടപെട്ട് തടഞ്ഞു. ആശുപത്രി വാർഡിന്റെ വരാന്തയിൽ വെച്ചും ജീവനക്കാരുടെ പ്രതിനിധികളായി ചിലർ വേതനം ലഭിക്കാത്തതിന്റെ വിഷമം മന്ത്രിയെ ധരിപ്പിച്ചു. ചിലർ കുടുംബത്തിന്റെ പ്രയാസങ്ങൾ കരഞ്ഞു പറഞ്ഞു. ശുചീകരണ തൊഴിലാളികളാണ് ആദ്യം മന്ത്രിയെ കണ്ടത്. പിന്നാലെ നഴ്സുമാരും നഴ്സിംഗ് അസിസ്റ്റന്റുമാരും സങ്കടവുമായി രംഗത്തെത്തി. മന്ത്രി വേഗത്തിൽ പോകാനൊരുങ്ങിയതോടെ മന്ത്രിയെ കാണണമെന്ന ആവശ്യവുമായി ജീവനക്കാർ ബഹളം വെച്ചു. ഇതോടെ ജീവനക്കാരെ തടയുന്ന രീതിയിൽ CPM പ്രവർത്തകർ രംഗത്തെത്തി. ഞങ്ങളും മനുഷ്യരല്ലേ, കുടുംബമുള്ളതല്ലേ തുടങ്ങിയ ചോദ്യങ്ങൾ ഉയർത്തി ജീവനക്കാർ മന്ത്രിക്ക് പിന്നാലെ ഓടിയെങ്കിലും സംസാരിക്കാൻ അവസരം ലഭിച്ചില്ല. ഈ സംഭവമാണിപ്പോൾ ജീവനക്കാർക്കെതിരെയുള്ള കേസിലേക്ക് എത്തിച്ചത്. പ്രിൻസിപ്പൽ ഡോക്ടർ KK അനിൽരാജ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കണ്ടാലറിയാവുന്ന താൽക്കാലിക ജീവനക്കാർക്കെതിരെ കേസെടുത്തത്. ജീവനക്കാർ കൂട്ടമായെത്തി ബഹളം വയ്ക്കുകയും സുരക്ഷാ ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ സംഘർഷ സാധ്യതയുണ്ടാക്കിയെന്നുമാണ് FIR-ൽ പറയുന്നത്. നിയമവിരുദ്ധമായി സംഘം ചേരൽ, ദേഹോപദ്രവമേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. CPM നേതൃത്വത്തിന്റെയും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന്റെയും സമ്മർദ്ദത്തെ തുടർന്നാണ് കേസെടുത്തതെന്നാണ് വിവരം. കേസിൽ പ്രതി ചേർക്കപ്പെട്ടെന്ന പേരിൽ ജീവനക്കാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനും നീക്കം നടക്കുന്നതായി സൂചനയുണ്ട്. മന്ത്രി മഞ്ചേരിയിൽ നിന്ന് മടങ്ങി 2 ദിവസമായിട്ടും ജീവനക്കാർക്ക് വേതനം ലഭിച്ചില്ലെങ്കിലും കേസിൽ പ്രതിയാക്കുന്ന സ്ഥിതിയുണ്ടായി. സർക്കാരിനോട് വിനയപുരസരം ഒരു അപേക്ഷയുണ്ട്. പാവം ജീവനക്കാരാണ്, അവരും മനുഷ്യരാണ്. നന്ദി കാണിച്ചില്ലെങ്കിലും ഇങ്ങനെ ദ്രോഹിക്കരുത്. ഈസ്റ്റ് ലൈഫ്, മഞ്ചേരി.